ഒരു ഭാര്യയുടെ ധർമ്മം നീ ചെയ്യുന്നുണ്ടോ? എന്തിനാണ് ഭർത്താവിനെ ഒറ്റയ്ക്ക് ആ ഫ്ലാറ്റിലേക്ക് വിടണേന്ന് പറഞ്ഞിട്ട് എലിസബത്താണ് ഫ്രണ്ട് കസ്തൂരിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേക്കാണോ ഒറിജിനൽ ആണോ എന്നറിയില്ല. ഫസ്റ്റ് തന്നെ അവർ പറഞ്ഞോണത് ലീഗലി മാരീഡ് അല്ല എന്നാണ് പറഞ്ഞോണ്. ഓക്കെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ കുറച്ച് റൈറ്റിങ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, അത് ഞാൻ വീണ്ടും പറയണില്ല. അതുപോലെ തന്നെ പല യൂട്യൂബ് വീഡിയോകളിലും വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോകളും, അതുപോലെ തന്നെ റിസപ്ഷൻ നടത്തിയ വീഡിയോകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ടേക്ക് മെയിനായിട്ട് തോന്നിയത് കേരള ഈസ് ദ വേഴ്സ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഫോർ സെക്ഷൽ അഫയേഴ്സ് എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ കേരളത്തിൽ തന്നെ കുറ്റം പറഞ്ഞിട്ടാണ് അവർ തുടങ്ങണത്. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇവരുടെ എന്ന് പറഞ്ഞാൽ, ആരോ എന്തോ കമന്റ് ഇട്ടുണ്ട്, അതിന് റിപ്ലൈ ആണ് ഐ ഹാവ് പോലീസ് റൈറ്റ് നെക്സ്റ്റ് ടു മീ നോട്ട് ബിഹൈൻഡ് മീ. സെറ്റ്, കറക്റ്റാണ്. ഇത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പോലീസ് മാത്രമല്ല, ഗുണ്ടകളും കൂടിയില്ലേ, എന്നിട്ടല്ലേ നിങ്ങൾ ഇതൊക്കെ ഇടുന്നത്. ഈവൻ ലോയർ കൂടിയുണ്ട്, എന്നിട്ടാണ് നിങ്ങൾ കമന്റ് ഇടുന്നത്. ആക്ച്വലി നിങ്ങളുടെ കേരളത്തോടുള്ള ദേഷ്യവും അതുപോലെ തന്നെ ഇംഗ്ലീഷും തമിഴും അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കി കമന്റ്സ് കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾ ആരാണെനിക്ക് മനസ്സിലായി. എൻ്റെ ലൈഫിൽ ഇനിയും എൻ്റെ വീട്ടുകാരനെയും ബുദ്ധിമുട്ടിച്ചതിൽ ഒരു 50% ആണ് മനസ്സിലായി. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലീസ് റൈറ്റ് നെക്സ്റ്റ് ടു മീ എന്ന് പറഞ്ഞതും എനിക്ക് മനസ്സിലായി, കാരണം ഞാൻ ഉപയോഗിച്ച ആളാണ്. നിങ്ങൾ അങ്ങനെ തന്നെയാണ് ഈ കമന്റ് ഇടുന്നതെന്ന് മനസ്സിലായി. എല്ലാവരുടെയും അറിവോടുകൂടിയാണ് ഇടുന്നത് എന്ന് അറിയാം. ഓക്കെ, അപ്പോൾ അത് കൂടുതൽ എക്സ്പ്ലനേഷൻ തന്നെ. ഓക്കെ, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും, അത് പേടിപ്പിക്കാനോ അതൊക്കെ പറയണ്ടേ. ഓക്കെ, ഡൺ. ഓക്കെ, പിന്നെ അടുത്ത ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ ബാക്കി കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല, എന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങളിലാണ് ഞാൻ ഇടപെടുന്നത്. എലിസബത്ത് ഫെൽ ഇൻ ലവ് വിത്ത് ഹിം വെൻ ഹി വാസ് അറ്റ് ഹോസ്പിറ്റൽ. ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഒരു അസുഖം ഉണ്ടെന്ന് തന്നെ എന്നോട് പറഞ്ഞിട്ടില്ല. ആക്ച്വലി അത് മറച്ചു വെച്ചിട്ടാണ് എന്നെ കല്യാണം കഴിച്ചത്. എൻ്റെ ലൈഫിൽ നടന്ന എല്ലാ LKG തൊട്ട് ദിവസം മുമ്പ് നടന്ന കാര്യം വരെ പറഞ്ഞിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. പക്ഷെ ഇതിൽ പറയണു ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ലവ് ചെയ്തെത്ര. ഞാൻ ആ സമയത്ത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ട് പോലുമില്ല. ഞാൻ MBBS കഴിഞ്ഞിട്ട് ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കായിരുന്നു. ഞാൻ എവിടെയും വർക്കിങ്ങിന് കയറിയിട്ടില്ല. അപ്പോൾ ഞാനെങ്ങനെ ഹോസ്പിറ്റലിൽ കാണണേ? അത് വലിയൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ ആക്ച്വലി FBയിൽ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് പണ്ട് കുറേ ആൾക്കാർ FBയിൽ കണ്ട ആളിനെ പ്രേമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കുറേ തെറി വിളിച്ചായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഓക്കെ, ഈ സ്ക്രീൻഷോട്ടിലും നമ്മുടെ കാര്യത്തിലേക്ക് തന്നെ വരുന്നു. എലിസബത്ത് ഇസ് പുട്ടിംഗ് വീഡിയോസ് വിത്ത് ഹർ ന്യൂ ബോയ് ഫ്രണ്ട് പബ്ലിക്കലി. ഞാൻ അറിഞ്ഞായിരുന്നില്ല. ആരാണ് അതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാൻ അവിടെ ഒറ്റയ്ക്കായിട്ട് ഭയങ്കര ഡിപ്രഷനിലാണ്. എനിക്ക് ആക്ച്വലി തമാശ ഇതൊക്കെ കണ്ടിട്ട് തോന്നുന്നത്, പക്ഷെ എന്തായാലും പറയണതാണല്ലോ. ഞാൻ ആക്ച്വലി അഹമ്മദാബാദിൽ നിന്ന് വരുമ്പോൾ എൻ്റെ കൊലീഗിനോടും പറഞ്ഞായിരുന്നു എൻ്റെ ഒപ്പം ഇരുന്നിട്ട് ഒരു ഫോട്ടോ ഇടുമെന്ന്. കാരണം ആൾക്കാരൊക്കെ നമ്മൾ കല്യാണം കഴിച്ചു എന്നും അതുപോലെ തന്നെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് വരുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും ഇപ്പം അങ്ങനെ പറയാറ്. അതുപോലെ തന്നെ ഞാൻ കാരണം ആരൊക്കെയോ മരിക്കുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ അമൃത ഹോസ്പിറ്റലിലുള്ള ആൾക്കാരൊന്നും ഒന്നും കണ്ടിട്ടില്ലേ? ഓക്കെ, വലിയ ആൾക്കാരൊന്നും മിണ്ടില്ല എന്ന് നന്നായിട്ട് അറിയാം. പക്ഷെ ചെറിയ കുറച്ച് സ്ത്രീകളൊക്കെ ഇല്ലേ, ഞാൻ എൻ്റെ കാര്യങ്ങൾ കണ്ട സ്ത്രീകൾ, ഓരോരുത്തരുടെ അവസ്ഥ കണ്ട ഇങ്ങരുടെ അവസ്ഥ കണ്ട സ്ത്രീകൾ, ആർക്കും ഒരു ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മിണ്ടാൻ തോന്നുന്നില്ല. ഓക്കെ, ഞാൻ ഈ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു 4-5 മാസം നിങ്ങളുടെ തീട്ടും മൂത്രമൊക്കെ കോരിയിട്ടില്ലേ? അങ്ങനെ തന്നെ പറയണേ. ഇനി അതൊക്കെ അൺപാർലമെന്ററി വേർഡാന്നൊക്കെ പറഞ്ഞിട്ട് ക്യാൻസൽ ആക്കുമെന്നൊക്കെ അറിയില്ല. ബട്ട് നടത്തിയ കാര്യമാണല്ലോ. എത്ര കാലം ഉറങ്ങാണ്ടിരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ പറയാൻ നാവ് പോകുന്നുണ്ടല്ലോ. നല്ല നന്ദികേട് ഭയങ്കര നല്ലതാ. പിന്നെ ഗോഡ്സ് ഗ്രേസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ഈവിൾ വുമൻ, നിങ്ങളുടെ ഒപ്പം ഇരുന്നിട്ട് ഈ കമന്റ് ഒക്കെ ഇടേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനിയും കുറെ സംഭവങ്ങൾ വരുന്നുണ്ട്. അതിലും എന്റെ കാര്യം. എലിസബത്ത് സോമൻ ഓപ്പൺലി പുട്ടിംഗ് വീഡിയോസ് വിത്ത് ഹെർ ന്യൂ ബോയ് ഫ്രണ്ട്. പിന്നെ കുറെ ആൾക്കാരുടെ ലൈഫ് നശിച്ചു. ഓ മൈ ഗോഡ്,
ആരാ ആ ബോയ് ഫ്രണ്ട് എന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് ഞാൻ കുറേ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതൊന്നും ആരാന്ന് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കസ്തൂരി എന്ന വേറെ കെയുള്ള പേരുള്ള ആ ഒരു ആള്, ന്യൂസായിട്ട് ഭയങ്കര ബന്ധപ്പെട്ട ആള്, ഭയങ്കര അടുപ്പുള്ള ആള്. കാരണം എല്ലാവരും കളിക്കണത് പേര് പറയാണ്ട് എന്ത് കുറ്റം പറഞ്ഞാലും കേസെടുക്കില്ല എന്നല്ലേ. അതുകൊണ്ടാണ് വരാത്തത്. പക്ഷെ ഇതിൽ പല സമയത്തും കേസ് എനിക്ക് വരാൻ ചാൻസ് ഉണ്ട്. ആയിക്കോട്ടെ, ഐ വിൽ സന്തോഷത്തോടെ ആ കേസ് ഞാൻ സ്വീകരിക്കും. കാരണം ഒരാളുടെ വീട്ടിലൊക്കെ തോക്കെടുത്ത് പോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പോലും കേസില്ലാത്ത സ്ഥലമൊക്കെയാണ് ഇവിടെ. അതിന് വേണമെങ്കിൽ ഞാൻ പ്രതിയാന്ന് പറയാം, അല്ലെങ്കിൽ സാക്ഷിയാന്ന് പറയാം. കാരണം ഞാൻ ആ വണ്ടിയിലുണ്ടായിരുന്നു. സോ എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ള ഒരിതാണ്. അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾക്കാര് നിങ്ങളുടെ വീട്ടിലേക്ക് ഏതെങ്കിലും ആള് തോക്കെടുത്ത് കയറിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട്, ഓക്കെ എന്ത് തന്നെ പറഞ്ഞാലും ഭീഷണിപ്പെടുത്തി ചെയ്തിട്ടുണ്ടെന്ന് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യണ ആൾക്കാരുടെ മെന്റാലിറ്റി, ഞാൻ ഇന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയണമെന്നില്ല, പക്ഷെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യണ മെന്റാലിറ്റി ഉണ്ടാകുമ്പോൾ ഇന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ചാൻസ് ഇല്ല. ഒരു ഐസ്ക്രീം കഴിക്കാൻ പോയ എന്നെ പോയിട്ട് പിടിച്ചിട്ട് ഒരു കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചത് ശരിയായില്ല. ഇന്നായിട്ട് ഒരു ഭാര്യയുടെ ധർമ്മം നീ ചെയ്യുന്നുണ്ടോ? എന്തിനാണ് ഭർത്താവിനെ ഒറ്റയ്ക്ക് ആ ഫ്ലാറ്റിലേക്ക് വിടണേന്ന് പറഞ്ഞിട്ട് ഇന്നെ കൺസേൺഡ് ആ കേസ് നടന്ന ആ ഫ്ലാറ്റിലേക്ക് ഇന്നും കൂടി കയറ്റിക്കൊണ്ടുപോകാൻ പോയതാ. പക്ഷെ ഞാൻ കയറിയില്ല. കയറാത്ത കാരണം എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ താഴെ ആ ആളിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ കാണിച്ച്, ചേച്ചിക്കൊരു ഹായ് പറയൂ. എന്റെ കൈയും കാലും പറിച്ചിട്ട് അപ്പം എന്തുണ്ടായെന്ന് എനിക്ക് പോലും അറിയില്ല. ഓക്കെ, അത് പോട്ടെ. അത് സോ ഒരാളിനെ തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തിയ ഇത് കേസിലടക്കം ആൾക്കാർക്കൊന്നും മിണ്ടായില്ല. അതിൽ ആൾക്കാര് ഈ ഭീഷണിപ്പെടുത്തിയ ആളിനെ സപ്പോർട്ട് ചെയ്യണം. സോ എല്ലാവരുടെയും വീട്ടിൽ ഇപ്പൊ ആൾക്കാര് ഈ വയലൻസ് ഒക്കെ ചെയ്യണതിൽ തെറ്റു പറയാൻ പറ്റില്ല. ആൾക്കാർ അതാണ് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പൊ നാളെ എന്റെ വീട്ടിൽ വന്നിട്ട് ആരെങ്കിലും എന്നെ കുത്തിക്കൊന്നാലും ആരെങ്കിലും എന്നെ പറയൂ? ഒന്നും പറയില്ല. അവള് വീഡിയോ ഇട്ടിട്ട് അവള് അതല്ലേ പറയുള്ളൂ. ഓക്കെ, ഇതൊക്കെ പല സ്ഥലത്തും പല ആൾക്കാരുടെ വീട്ടിലും നടക്കും, അത്രേ ഉള്ളൂ. പിന്നെ അടുത്തത്, ഓൾ ഐ റോട്ട് വർ വെരിഫൈഡ് ഫാക്ട്സ്. ഓക്കെ, അത് എനിക്ക് അതൊക്കെ വായിക്കുമ്പോൾ അത്യാവശ്യം നല്ല വിഷമം തോന്നുന്നുണ്ട്. ഇതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടതാണ്. പക്ഷെ ഒരു കുട്ടീനെ പറ്റിയിട്ടൊക്കെ ഇത്ര മോശമായിട്ടൊക്കെ പറയാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്, നിങ്ങൾ സ്ത്രീയാന്നെനിക്ക് അറിയാം, നിങ്ങൾക്കൊരു ഭർത്താവും കുട്ടിയുണ്ടെന്ന് അറിയാം, പക്ഷെ സ്റ്റിൽ അത് ഇത്തിരി മോശമാണ്. പിന്നെ എന്തുമാത്രം കേരള വിരുദ്ധതയോടോ ഇതിലൊക്കെ. കേരളത്തെ സ്ത്രീകളൊക്കെ ഇത്ര മോശമാണോ? ഓക്കെ, ആണുങ്ങളോട് ചോദിച്ചപ്പോൾ ചിലപ്പോൾ അങ്ങനെ പറയായിരിക്കും. ഓ മൈ ഗോഡ്. പുള്ളിക്കാരൻ എന്നെ വൈഫായിട്ട് വിചാരിച്ചു. ഞാൻ എന്നെ കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചു, അല്ലാണ്ട് ഞാനല്ല വിചാരിച്ചതല്ലേ. അപ്പോൾ ഈ ഫംഗ്ഷനൊക്കെ വന്ന ആൾക്കാര് പൊട്ടന്മാരാ. അതിൽ കുറേ വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഒന്നെങ്കിൽ കള്ളന്മാര് അല്ലെങ്കിൽ പൊട്ടന്മാരായിരിക്കണം. പൊട്ടന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിപ്പോൾ നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തായാലും കല്യാണമല്ല എന്നാണല്ലോ പറഞ്ഞത്. ഈ പറയുന്ന വ്യക്തി കല്യാണത്തിനെ വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചു കാലം പുള്ളിക്കാരനോട് മിണ്ടാതിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അറിഞ്ഞായിരുന്നു. ഓക്കെ, വട്ടവർ. പിന്നെ ഫിയാൻസിന്ന് ഉപയോഗിച്ചാൽ മതിയായിരുന്നു, അതാണ് പുള്ളിക്ക് പറ്റിയ തെറ്റ്. ഓ മൈ ഗോഡ്. ഏതെങ്കിലും റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്താൽ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും ബോത്ത് സൈഡ്സ്. ഒരാളെ മാത്രം ബ്ലെയിം ചെയ്യാൻ പാടില്ല. പരമമായ സത്യം, രണ്ട് സൈഡിലും തെറ്റുണ്ടാവും. അതിലെനിക്കൊരു കുഴപ്പമില്ല. എലിസബത്ത് സീംസ് ഹാപ്പി ആൻഡ് മൂവ്ഡ് ഓൺ. ഓ മൈ ഗോഡ്, അതുകൊണ്ടായിരിക്കും. ഓക്കെ, നല്ലതാ. ആദ്യമായിട്ട് ഒരാളിന്ന് ഞാൻ ഹാപ്പി ആൻഡ് മൂവ്ഡ് ഓൺ എന്ന് പറഞ്ഞേ. ഓക്കെ, വേറൊരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് എൻ്റെ ബർത്ത്ഡേക്ക് ഒരാള് മൂവ് ഓൺ എന്നൊക്കെ പറഞ്ഞിട്ട്, അത് വേറെ തരത്തിൽ ചിത്രീകരിച്ചിട്ടൊരു വീഡിയോ ഒക്കെ മുമ്പ് വന്നായിരുന്നു. അതിനെ പറ്റിയിട്ട് വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം. എന്തായാലും ഇപ്പോഴത്തെ പ്രസന്റ് നടക്കുന്ന വീഡിയോ ആണല്ലോ വേണ്ടത്. വൈ ഫീലിംഗ് സോറി ഫോർ ആസ് ഇഫ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ലൈഫ്. ഓ മൈ ഗോഡ്, യു ആർ വെയിറ്റിംഗ് ഫോർ മൈ ഡെത്ത്.